സഫലയാത്ര 15-ാം ഇടം സാഫല്യം. ഗബ്ബാത്ത മുതൽ ഗാഗുൽത്ത വരെയുള്ള കുരിശ് യാത്രയെക്കുറിച്ച് നാം ധ്യാനിക്കുന്നു. ഓരോ ഇടത്തിലും വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം, വിലാപങ്ങൾക്ക് പകരം സന്തോഷം, ആനന്ദ നൃത്തം ഒക്കെയും പ്രദാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ വാഗ്ദാന പൂർത്തീകരണത്തിൻ്റെ കഥകളാണ് നാം വായിച്ചത്. അങ്ങനെയെങ്കിൽ ആ ധ്യാനത്തിൽ അതിൻ്റെ ഒടുക്കമായി ഏറ്റവും വലിയ രഹസ്യം, സാഫല്യത്തിൻ്റെ രഹസ്യം, അത് ഉദ്ധാനത്തിൻ്റെ രഹസ്യമാണ്. 3-ാം ദിനം കല്ലറയെ തകർത്ത് കല്ലുരുട്ടി മാറ്റി കാവലിനെ തടുത്തു മാറ്റി അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ ശിഷ്യന്മാർ പോലും വിശ്വസിക്കാതിരിക്കെ ശത്രുക്കൾ വിശ്വസിച്ചു, അവനെങ്ങാണം ഉയർത്തെഴുന്നേറ്റാലോ. അതുകൊണ്ടാണ് അവർ ഈ സന്നാഹങ്ങളൊക്കെ കൂട്ടിവെച്ചത്. ജീവിതത്തെ ഇത്രമാത്രം സ്നേഹിച്ച ദൈവപുത്രൻ മരണത്തെ അതിജീവിച്ചുകൊണ്ട് ഉദ്യതനാകുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും അതായിരുന്നു. മരണമെന്ന ഭയത്തെ, ഈ മനുഷ്യകുലത്തിന്മേലേറ്റ ശാപത്തെ ഒക്കെയും തടുത്തുമാറ്റി അവൻ പുതിയൊരു ജീവിതം, പുതിയ ഒരു ലക്ഷ്യം മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്നു. ഉദ്യതനായവൻ്റെ അരികിലേക്കെത്താൻ ഉദ്ധാനം ചെയ്ത് അവൻ അങ്ങനെ ആകാശത്തിലേക്ക് പോകുക മാത്രമല്ല ചെയ്യുന്നത്, അവൻ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇടപെടാനായി അപ്പമായി രൂപാന്തരപ്പെടുന്ന സാഫല്യമടയുന്ന രംഗങ്ങളിലേക്കാണ് സഭയുടെ ചരിത്രം പിന്നീട് നീങ്ങുന്നത്. പ്രശസ്തമായ ഒരു ചിത്രമുണ്ട്, കോവാദിസ് ഡൊമിനെ, കർത്താവേ നീ എവിടേക്ക് പോകുന്നു എന്നാണ് അർത്ഥം. അങ്ങനെ ആ ചിത്രത്തിലെ നായകൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ പിന്നാലെ നടക്കുന്നുണ്ട്. പട്ടാളക്കാരനാണ് അവൻ. അവളുടെ പിന്നാലെ നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവൾ അപ്രത്യക്ഷമാകുന്നു. പിന്നീട് അവളുടെ പിന്നാലെ എത്തുന്ന ഇവൻ കാണുന്നത് അവൾ ഭൂഗർഭാലയങ്ങൾ ഒരുമിച്ച് കൂടുന്ന ക്രിസ്ത്യാനികളുടെ ഒരു ആരാധന ക്രമത്തിലാണ്. അവിടെ അവർ ഹല്ലേലൂയ ഗീതികളുമായി ദൈവത്തെ ആരാധിക്കുന്നു. ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ അപ്പം മുറിക്കുന്നു. അപ്പം മുറിക്കലും ദൈവത്തെ ആരാധനയുമായി അവരങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ അവൻ ഓർക്കുന്നത് ഇതെന്തൊരു മനുഷ്യരാണ്. കാരണം ഇവരെങ്ങാനും ക്രിസ്തുവിൽ മരിച്ചുപോയവനെന്ന് യഹൂദർ പറയുന്ന ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഈ പോഴന്മാർ, അവർ പുറത്തേക്കെങ്ങാനും വന്നാൽ ഇതറിഞ്ഞാൽ തല പോകുന്ന കേസാണ്. വാൾമുനത്തുമ്പുകളിലേക്ക്, വഴിമര വിളക്കുകളിലേക്ക്, സിംഹക്കുഴികളിലേക്ക് എറിയപ്പെടാനുള്ള ഒരു ജീവിതമായി അത് മാറാനിരിക്കെ അവർ വിശ്വസിച്ചു, മരണത്തെ ജയിച്ചവൻ, ഉദ്ധാനം ചെയ്തവൻ, ആ കുഞ്ഞാട് അവരുടെ ജീവിതത്തെ പരിപാലിക്കും എന്ന് അവർ വിശ്വസിച്ചു. അവൻ്റെ ഈ കുരിശുമരണത്തിലേക്കുള്ള, ഗബ്ബാത്ത മുതൽ ഗാഗുൽത്ത വരെയുള്ള അവൻ്റെ കുരിശുമരണത്തെക്കുറിച്ചുള്ള ധ്യാനങ്ങൾ ഉദ്ധാനത്തിൻ്റെ മഹിമയിലേക്ക് എത്തുമ്പോഴാണ് അത് പൂർത്തിയാകുന്നത്. ആ ഉദ്ധാനത്തിൻ്റെ മഹിമയിലാണ്, പ്രകാശത്തിലാണ് അവർ പിന്നീട് ലോകത്തെ നോക്കിക്കണ്ടത്. അതുകൊണ്ടാണ് അവൻ്റെ ഈ യാത്രയെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായി, മനുഷ്യരാശി ആരംഭിച്ച നാൾ മുതൽ ഇന്നേ വരെ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ പറയപ്പെട്ട എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തീകരണമായി, എല്ലാ ശാപങ്ങളുടെയും നീക്കലായി, എല്ലാ ശാപങ്ങളും എടുത്തു മാറ്റുന്നവനായി അവനെ അവർ സ്വപ്നം കണ്ടു. അതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം. അങ്ങനെയെങ്കിൽ NN കക്കാടിൻ്റെ ഒരു കവിതയിൽ പറയുന്നത് പോലെ അവൻ്റെ ജീവിതം, ഈ കുരിശിൻ്റെ വഴിയിലൂടെയുള്ള യാത്ര, അത് സഫലമായ ഒരു ജീവിതമായിരുന്നു, ഒരു യാത്രയായിരുന്നു.